ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുവിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിലെ അതിമനോഹരമായ ഒരു ഭാഗമാണ്. തൻ്റെ പീഡാനുഭവത്തിനും മരണത്തിനു മുൻപായി ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്ന ഭയവും ആശങ്കയും യേശു മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് അവർക്കും നമുക്കും പ്രത്യാശയും ആശ്വാസവും നൽകുന്ന ഈ വചനങ്ങൾ പറയുന്നത്. യേശു ആദ്യം പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുമെന്നാണ്. പലപ്പോഴും നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയാറുണ്ട്. എന്നാൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്നേഹം ഒരു വികാരമോ വാക്കോ മാത്രമല്ല എന്നതാണ്. സ്നേഹം ജീവിതത്തിൽ പ്രകടമാകേണ്ട ഒന്നാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ അവരുടെ വാക്കുകൾ മാനിക്കുന്നത് പോലെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം. ഇന്ന് ലോകം നമ്മെ പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം എന്നത് ഇഷ്ടമുള്ളത് ചെയ്യുന്നതാണെന്നാണ്. എന്നാൽ യേശു പഠിപ്പിക്കുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവഹിതം സ്വീകരിക്കുന്നതിലാണ് എന്നതാണ്. ക്ഷമിക്കാൻ പ്രയാസമുള്ളപ്പോൾ ക്ഷമിക്കുക, സ്വാർത്ഥതയെ മാറ്റിവെച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുക, സത്യം പറയാൻ ധൈര്യം കാണിക്കുക. ഇവയാണ് യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ. തുടർന്ന് യേശു ഒരു വലിയ വാഗ്ദാനം നൽകുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ശിഷ്യന്മാർക്ക് ഇത് എത്ര വലിയ ആശ്വാസമായിരുന്നിരിക്കണം. ഗുരു അവരെ വിട്ടുപോകുവാൻ പോകുകയാണ്. എന്നാൽ യേശു പറയുന്നത് തൻ്റെ ഭൗതിക സാന്നിധ്യം അവസാനിച്ചാലും തൻ്റെ ആത്മീയ സാന്നിധ്യം ഒരിക്കലും അവസാനിക്കില്ല എന്നതാണ്. ഈ വാഗ്ദാനം ഇന്ന് നമുക്കുള്ളതാണ്. ജീവിതത്തിൽ ചിലപ്പോൾ നാം ഒറ്റപ്പെട്ടവരാണെന്ന് തോന്നാം. കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, പരാജയങ്ങൾ, ബന്ധങ്ങളിലെ തകർച്ചകൾ, ഇവയൊക്കെ നമ്മെ നിരാശരാക്കാം. അത്തരം നിമിഷങ്ങളിൽ യേശു നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. അതിൻ്റെ അടയാളമായിട്ടാണ് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പരിശുദ്ധാത്മാവ് ഒരു അദൃശ്യ ശക്തി മാത്രമല്ല, ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യമാണ്. അവൻ നമ്മുടെ സഹായിയും ആശ്വാസദായകനും വഴികാട്ടിയുമാണ്. യേശു പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാം പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. പലപ്പോഴും നാം ശരിയായ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുന്നു. എന്താണ് ദൈവഹിതമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നത്. വിശുദ്ധന്മാരുടെ ജീവിതം നോക്കിയാൽ അവർ സ്വന്തം കഴിവുകൊണ്ടല്ല വിശുദ്ധരായത്. പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശം സ്വീകരിച്ചത് കൊണ്ടാണ് അവർ വിശുദ്ധരായത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അവസരം നൽകണം. അതിനായി ദിവസവും നമുക്കൊരു ചെറിയ പ്രാർത്ഥന ചൊല്ലാം. പരിശുദ്ധാത്മാവെ, എൻ്റെ ചിന്തകളെ നയിക്കണമേ, എൻ്റെ വാക്കുകളെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ പ്രവൃത്തികളെ ദൈവഹിതത്തിനനുസരിച്ച് രൂപപ്പെടുത്തണമേ. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമ്മെ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശത്താൽ ജീവിക്കുക. ഇവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നാം ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. ദൈവം നമ്മോട് കൂടെ വസിക്കും. നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാക്ഷ്യമായി മാറും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ യേശുവിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.